അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഇന്ന്. ക്രിസ്മസ് ആയിട്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അമ്പലത്തിൽ പോണം. ഹാപ്പി ക്രിസ്മസ് നമ്മൾ പറയല്ലോ, നമ്മള് മെരി ക്രിസ്മസ് പറയല്ല. അപ്പൊ അമ്പലത്തിലേക്ക് പോവാണ്, ഇവിടുത്തെ ഒരു അമ്പലത്തിലേക്ക്. അതായത് ഡിസംബറിൽ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ക്രിസ്മസിൻ്റെ ദിവസം അന്ന് ഇവിടെ അതായത് നമ്മുടെ പബ്ലിക് ഹോളിഡേ ആണല്ലോ, അപ്പോൾ അന്ന് പോയതാണ് കേട്ടോ. ഇപ്പം ജനുവരി പകുതിയായി. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറയാം കേട്ടോ. ഭയങ്കര മടിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക. പിന്നെ മക്കൾസിന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നില്ല, അവർ ഇന്നാണ് സ്കൂളിന് പോയത്. 2 months അവർക്ക് ലോങ് വെക്കേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ അവർ പോയി. എന്താ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. ഇതാ റോഡിലൊരു മനുഷ്യൻ, അതായത് ഒരാളിങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നതാണ്. കാണുമ്പോൾ ശരിക്കും സ്റ്റാച്ചു എടുത്ത് വെച്ച പോലെ ഉണ്ട് കേട്ടോ. അനങ്ങാതെ ഞങ്ങൾ അവിടെ നിന്ന് വിടുന്ന വരെ അങ്ങനെ അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഴക്കാറൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. ഞങ്ങളിത് അമ്പലത്തിനുള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗുരുദ്വാര, ജോഹന്നസ്ബർഗിലെ ഗുരുദ്വാര. ഞങ്ങൾ ആ പോകുന്ന എൻട്രൻസിൽ തന്നെ ഇതേപോലെ വലിയ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. സാധാരണ സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല ആൾക്കാരുണ്ടാവും, പ്രത്യേകം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഇന്ന് സൺഡേ എന്നല്ലല്ലോ, എനിക്കൊന്ന് ഇടയ്ക്ക് ദിവസങ്ങളിൽ ഇതേപോലെ ഭയങ്കര കാമായിരിക്കും. ആരെങ്കിലും ഇങ്ങനെ വന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ ഉണ്ടാവുന്നത്, അതായത് ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതാ ഈ ഒരു ഏരിയ റെസ്റ്റ് ഏരിയ പോലെ, അതിൻ്റെ സൈഡിലൊരു ഏരിയ ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ ആയി പോയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് വന്നതാണ്. പിന്നെ ഈ അമ്പലം തുടങ്ങുമ്പോഴുള്ള ഫോട്ടോസും പിന്നെ അവരെ ഉത്സവങ്ങളിലെ ആ സമയത്തുള്ള ഫോട്ടോസൊക്കെ കുറേ ഫോട്ടോസ് ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ, 2 ഭാഗത്തായിട്ട്. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റും അമ്പലത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗുരുനാനാക്കിൻ്റെ ഇത് സൈഡിലിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ലോധി എന്ന് പറഞ്ഞ സ്ഥലത്തിലൊരു അമ്പലത്തിൽ പോകാം കേട്ടോ. അതിന് മുന്നേ ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ഇനി ആ അമ്പലത്തിലേക്കാണ്. ദേവുട്ടി അമ്പലത്തിൽ പോയാ എന്നാ പറഞ്ഞത് തമ്പാച്ചിനോട്? ഞാൻ പറയില്ല. തമ്പാച്ചിനോട് പറഞ്ഞ കാര്യം ദേവുട്ടി പറയില്ല. ഇനി അപ്പോൾ ആ അമ്പലത്തിൽ പോട്ടോ. സമയം ഏകദേശം എത്രയായിട്ടോ? സമയം 12 മണിയായിട്ടോ. രാവിലെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റതാ, പക്ഷേ നേരം ഉച്ചയായി. അപ്പം ഇനി നമുക്ക് ആ അമ്പലത്തിൽ പോയിട്ട് കാണാം. അപ്പോൾ അതാ ദേവുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ മേലുണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക്. ലോധ്യത്തിലൊരു അമ്പലമാണ്. സൈഡിൽ ഇതേപോലെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ. പൊതുവേ കാം ആൻഡ് ക്വയറ്റായിരുന്നു കേട്ടോ, ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ഫാമിലീസ് ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നല്ല അടിപൊളി വ്യൂ ആണ്. വണ്ടി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലോധ്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം. ഞങ്ങളെത്തി ഇതിനുള്ളിൽ. ഇതാണ് അരയാല്. നീ പഠിച്ചില്ലായിരുന്നു അരയാല്? അപ്പോൾ ഈ ലോധ്യത്തിൻ്റെ ഈ അമ്പലത്തിൻ്റെ വേറെ പ്രത്യേകമായിട്ട് ഇവിടെ മയിലുണ്ട് കേട്ടോ. എത്ര മയിലുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു 4-5 ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു മയിലിനെ കാണാൻ വരും. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തുറന്നൊക്കെ വിടാറുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലത്തിൻ്റെ പുറത്തിലെ കോമ്പൗണ്ടിലൊക്കെ അതിങ്ങനെ നടന്ന് കളിക്കും. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു, പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വരാനാകുന്ന സമയത്ത് ഈ കാണുന്ന മയിൽ താഴത്തൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് പീലിയൊക്കെ വിടർത്തി കാണിച്ചു കേട്ടോ. അങ്ങനെ ആ മയിലിൻ്റെ പീലി വിടർത്തലും കണ്ടു. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. ഇത് ആണ്, അത് പെണ്ണ്. വ്യത്യാസം എങ്ങനെയാ മനസ്സിലാവും? ആണാണ് അത്. പെണ്ണിന് ഇതില്ലല്ലോ. പെണ്ണിന് ഇതുണ്ടാ?
ദേവുടിനെ കണ്ടോടാ. താങ്ക് യു. അതിന് ആളെ കണ്ടോണ്ട് കാണിച്ചു കഴിഞ്ഞത്. നല്ല രസമുണ്ട്. വാറ അതിൻ്റെ അടുത്ത് പോയി നിൽക്ക്. വാറ ഇങ്ങോട്ട് നോക്കി നിൽക്ക്. ഇങ്ങോട്ട് പോസ് ചെയ്ത് തരുന്നതാ. ആകാശത്ത് നോക്കിയാലോ. കാണിക്കേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ശാലിനിയുടെ വീട്ടിലേക്കാണ്, അനിലേട്ടൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നമ്മുടെ ക്രിസ്മസ് വില്ലേജ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോന് വേണ്ടി നമ്മുടെ ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ, സീ യു.